ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദയ്ക്കൊരു എതിരാളി വന്നിരിക്കുകയാണ്. ആ സ്ത്രീയാണെങ്കിൽ നന്ദയോട് വെല്ലുവിളി നടത്തുകയാണ്. ഓ, നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് ഭയങ്കര ജീവനാണല്ലേ, അതേപോലെ തന്നെ നിങ്ങളുടെ മകള് ഭയങ്കര മിടുക്കിയാണല്ലേ. എൻ്റെ മകനും ചെറുതിലെ മിടുക്കൻ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ മകനെ നിങ്ങൾ ഒരുപാടിട്ട് വേദനിപ്പിച്ചു. അതേപോലെ തന്നെ ഇപ്പം അവൻ്റെ കാര്യം ആലോചിച്ച് എനിക്കും വേദനയുണ്ട്, നിങ്ങളും വേദനിക്കും. നന്ദ, നിങ്ങളുടെ മകളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വേദനിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ചെറിയൊരു ടെൻഷനും ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇന്ദീവരമാണ്. അപ്പോൾ ഇന്ദീവരത്തിൽ ലക്ഷ്മിയും അതേപോലെ തന്നെ ലക്ഷ്മിയുടെ ഭർത്താവും പിന്നെ പവിത്രയുടെ അമ്മായിയമ്മയും ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് നന്ദു എന്ന കൊച്ചുമകനെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ആ കൊച്ചു ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വല്ലാത്തൊരു സങ്കടമാണല്ലേ. നന്ദുമോൻ പോയി കഴിഞ്ഞപ്പോഴേക്കും മനസ്സങ്ങാട് ആകെ ഇടിഞ്ഞതുപോലെ, വീട് ഉറങ്ങിയതുപോലെ, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മി. ഇത് കേട്ട ലക്ഷ്മിയാണെങ്കിൽ എനിക്കും അങ്ങനെ തന്നെയാണ്. അല്ല, പിങ്കി ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലേ? എങ്ങനെ വരാനാ, നമുക്ക് ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ പിന്നെ പിങ്കിയുടെ കാര്യം പറയണോ? അവള് നന്ദുവിൻ്റെ അമ്മയല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെ സങ്കടം വരാതിരിക്കും? ഇനി കൊച്ചു വന്നാൽ മാത്രമേ അവൾക്ക് മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ. പാവം പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോഹിനിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? എവിടെ നിന്നങ്ങാണ്ടും ദത്തെടുത്തുകൊണ്ട് വന്ന ഒരു കൊച്ചിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ പിങ്കി 10 മാസം ചുവന്ന് പ്രസവിച്ച് ഗൗതത്തിൻ്റെ കുഞ്ഞാണ് ഈ നന്ദുമോനെന്ന്. അങ്ങനെയാണോ? അല്ലല്ലോ. ഇന്ത്യവരത്തിൽ ഒരവകാശം ഉണ്ടാക്കാൻ വേണ്ടി ഏതൊരു അനാഥാലയത്തിൽ പോയി നിങ്ങൾ ദത്തെടുത്തുകൊണ്ട് വന്ന ഒരു കുഞ്ഞ്. ഇത് കേട്ട മോഹിനിയുടെ അഹങ്കാര വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാഹിക്ക് അരിശം വരികയാണ്. മോഹിനി, നിർത്തുന്നുണ്ടോ? നീ അനാവശ്യം പറയാൻ നിൽക്കരുത്. ആഹാ, കൊള്ളാലോ. ഞാനിപ്പോൾ അനാവശ്യം പറഞ്ഞതായോ? ഞാൻ പറഞ്ഞതല്ലേ സത്യം. ദേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. നന്ദു ഇവിടുത്തെ കൊച്ചാണോ? അല്ലല്ലോ. ഗൗതം പോയി ദത്തെടുത്തുകൊണ്ട് വന്നല്ലേ. അതിനൊരു അമ്മയായിട്ട് പിങ്കിക്കും ഒരു കുഴപ്പമില്ല, ഗൗതത്തിനും ഒരു കുഴപ്പമില്ല. അവർ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കുഞ്ഞിനെ സമ്മാനിക്കാനായിട്ട് കഴിയുമല്ലോ. പിന്നെ എന്തിനാണ് ഈ നാടകം കളിയൊക്കെ? നന്ദു എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലെ കൊച്ചല്ല, ഒരു അധികപ്പറ്റ് തന്നെയാണ്. ദേ മോഹിനി, സംസാരിക്കരുത് അങ്ങനെ. എൻ്റെ കുഞ്ഞാണ് നന്ദു ഈ വീടിൻ്റെ ഐശ്വര്യമാണ്. ഓ പിന്നെ ഐശ്വര്യം, നിങ്ങൾ നാടകം കളിച്ച് ഒരുപാട് അങ്ങോട്ട് കാടേറി പോകുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയാണ്? ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടി ഓരോരുത്തരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നോളും, ഓരോ കാര്യങ്ങൾക്കും വേണ്ടി. മോഹിനി, ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കായ് നോക്കി നീ മേടിക്കും. നിൻ്റെ കാറിനടിച്ച് ഞാൻ പുകയ്ക്കും. ഇവിടെ എല്ലാവരും മനസ്സിൽ തീയും കൊണ്ട് നടക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ നന്ദുമോൻ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനാണ്. അല്ലെങ്കിലും ആ കൊച്ചിൻ്റെ മുഖമൊന്ന് നീ ആലോചിച്ച് നോക്കിക്കണ്ടേ. നിനക്ക് പറയാൻ പറ്റുമോ ആ കൊച്ചി ഈ വീട്ടിലെ കൊച്ചല്ല എന്ന്? എനിക്ക് പറയാൻ പറ്റും. അത് പറയുന്നത് കൊണ്ട് എനിക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നവും ഇല്ല. ദേ, ആ കൊച്ച് ഇവിടത്തെ കൊച്ചല്ല, ഇന്ത്യവരത്തിലെ കൊച്ചല്ല. എവിടെന്നോ അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന് വലിഞ്ഞു കയറി ഇവിടെ താമസിക്കുന്നു. എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി നാടകം കളിക്കുന്നു. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതൊക്കെ പറഞ്ഞാലും ആ കൊച്ചിനെ എനിക്കൊന്നും അംഗീകരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ഭയങ്കര അരിശപ്പെട്ടവിടുന്ന് പോവുകയാണ്. ലക്ഷ്മിക്കും എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയാണ്, മഹിയേട്ടാ വിട്ടേര്, അവളുടെ വായ അങ്ങനത്തെ വായാണ്, പിന്നെ എന്ത് പറയാനായിട്ട് പറ്റും? പക്ഷേ മോഹിനി ഇപ്പോൾ കുശുമ്പും കുന്നായ്മയാണ് പറഞ്ഞതെങ്കിലും അവള് ചില കാര്യങ്ങൾ ഇടക്ക് പറഞ്ഞല്ലോ, അതിലും കാര്യമുണ്ട് ലക്ഷ്മി. കാരണം ഗൗതത്തിനെയും പിങ്കയ്ക്കും എന്താണ് കുറവുള്ളത്? അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യവരത്തിൽ ഒരു കുഞ്ഞിനെ തരാനായിട്ട് കഴിയില്ലേ? ഇനി അതെന്ന് കാണാനായിട്ട് പറ്റും? ഇപ്പോഴേ ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് ലക്ഷ്മി? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ, അതേ മഹിയേട്ടാ, ആ ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലും. എപ്പോഴും എനിക്ക് ആ ഒരു പ്രാർത്ഥനയുണ്ട്, ഗൗതത്തെയും പിങ്കയെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന. നന്ദ പോയിട്ട് ഇത്രയും വർഷമായില്ലേ. ആ നന്ദയോടൊപ്പം നമ്മുടെ മകനും പോയി. ആ ഒരു വിഷമത്തിലിരിക്കല്ലേ. അർജുൻ പണ്ടേ പോയി. അപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും ഒന്നിച്ചാൽ എന്താ കുഴപ്പം? ദൈവപ്പോഴെങ്കിലും ഈ ആഗ്രഹം സാധിച്ചു നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളും പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും
ലക്ഷ്മിക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ. കാരണം ഇനി എന്നാണാവോ പിങ്കിയും അതേപോലെ തന്നെ ഗൗതവും ഒന്നിക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദ ആ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണല്ലോ. അതായത് നന്ദയുടെ മോക്കടെ സ്കൂളിലേക്ക്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രിൻസിപ്പൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ, ഗൗരിമോളും മിടുക്കിയാണ് കേട്ടോ. ദേ, ഗൗരിമോളെ സമ്മതിച്ചിരിക്കുന്നു. ഏറ്റവും മിടുക്കിയായ കുട്ടിയാണ്. പിന്നെ നന്ദയും ഈ ഒരു സ്കൂളിലേക്ക് വന്നല്ലോ ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ. അതിനും ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഓ, എന്തിനാ ടീച്ചറെ അങ്ങനെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കൊച്ചിൻ്റെ സ്കൂളിലേക്ക് വരാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഗൗരിമോളെ, അമ്മ ഇവിടെ നിൽക്കുന്നതിൽ മോൾക്ക് സന്തോഷമുണ്ടോ? ഒത്തിരി നേരം നിന്നാൽ സന്തോഷമുണ്ടോ? പിന്നെ എൻ്റെ അമ്മ ഒത്തിരി നേരം ഇവിടെ നിൽക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഭയങ്കര ഭയങ്കരയേറെ സന്തോഷമാണ്. അല്ല, ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, മോൾക്ക് അമ്മയാണോ ഇഷ്ടം അച്ഛനെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗരി മോൾക്ക് ഒന്നും പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഗൗരി മോളൊന്ന് നന്ദയെ നോക്കിയാണ്. നന്ദയ്ക്കാണെങ്കിലും വല്ലാത്തൊരു ടെൻഷൻ. അപ്പം നന്ദ ഗൗരിയോട് പറയാണ്, മോളെ നീ പോയി കളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയെ പറഞ്ഞു വിടുക. എന്താ നന്ദ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാ പിള്ളേരോടും ചോദിച്ചു കഴിയാൻ നേരത്ത് എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ടീച്ചർ ആവണം, അല്ലെങ്കിൽ ഇന്നതാവണം, കാരണം അവരുടെ പേരൻസ് എന്താണോ അതാകാനാണ് അവർക്കും താല്പര്യം. പക്ഷെ ഗൗരിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗരി വ്യത്യസ്തമായിട്ടാണ് സംസാരിച്ചത്. കാരണം ഗൗരിക്കൊരു പോലീസ് ഓഫീസർ ആകണമെന്നാണ് പറഞ്ഞത്. അല്ല, നിങ്ങളുടെ ഇതിൽ ആരെങ്കിലും പോലീസ് ഓഫീസറായിട്ടുണ്ടോ? നിങ്ങളുടെ രക്തത്തിൽ എന്തെങ്കിലും പോലീസ് ഓഫീസറായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദ ആദ്യമൊന്നും മിണ്ടിയില്ല. കാരണം ഗൗരിമോളുടെ അച്ഛൻ പോലീസ് ഓഫീസർ ആണല്ലോ. എന്താ നന്ദ എന്തൊന്നും മിണ്ടാത്തത്? അത് പിന്നെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉണ്ട്, എൻ്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു, ഇൻസ്പെക്ടർ വിനയചന്ദ്രൻ. ഓ, അങ്ങനെ പറ. അപ്പം രക്തത്തിൽ പോലീസിന് കലർന്നിട്ടുണ്ടല്ലേ, അതുകൊണ്ടാ ഗൗരിക്കും ആ ഒരു ഇത് വന്നത്. അപ്പോൾ ഗൗതത്തെക്കുറിച്ചും നന്ദ അങ്ങനെ ആലോചിക്കുക. പോലീസായിട്ട് വന്നതും നല്ല ഗംഭീരത്തോടെ വന്നതും അങ്ങനെതായ ചില കാര്യങ്ങളെല്ലാം നന്ദ ഇവിടെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ആകെ സങ്കടം തോന്നി. പിന്നീട് ഒരു ടീച്ചർ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആ ടീച്ചറെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഏതായാലും ക്യാമ്പിനുള്ള സ്ഥലത്തേക്ക് പൊയ്ക്കോളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയെ വിളിച്ചുകൊണ്ട് ആ ക്യാമ്പുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നീട് ഒരു സ്കൂൾ ബസ് വരികയാണ്. അപ്പോൾ ആ സ്കൂൾ ബസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിൻ്റെ കുഞ്ഞ് നന്ദുമോനും ഉണ്ട്. അപ്പം നന്ദുമോൻ്റെ കാലിന് സുഖമില്ലല്ലോ. അപ്പോൾ എല്ലാ പിള്ളേരും കൂടി നന്ദുമോനോട്ട് കളിയാക്കിയാണ്. ഇവൻ എന്തിനാണാവോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ ശാന്തിഗിരിയിലേക്ക്? സ്പോർട്സിന് പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്കൂളിലാകുമ്പോൾ ഇവനെ നമുക്ക് ശല്യപ്പെടുത്താനായിട്ട് പറ്റില്ലല്ലോ. ഇവൻ്റെ അച്ഛൻ വലിയ IPS ഓഫീസറല്ലേ, അതുകൊണ്ട് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. ഇപ്പം നമുക്ക് ഇവരുടെ അടി കൊടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കുരുത്തം കെട്ട പിള്ളേരെ നേരെ നന്ദുമോൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടാ, നീ എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നീ എന്താ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ലേ? അല്ല, നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോ. നിങ്ങളെന്തിനാ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നത്? എനിക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് താമസമുണ്ട്. നിങ്ങൾ എൻ്റെ കാര്യം നോക്കാൻ നിൽക്കണ്ട. പിന്നെ നീ എന്താ ഞങ്ങളോട് ജാട കാണിക്കുകയാണോ? പിന്നെ അവൻ സ്പോർട്സിന് പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ കാല് വെച്ച് നിനക്ക് ഓടാനായിട്ട് പറ്റുവാടാ? നിങ്ങൾ എന്തിനാണ് എൻ്റെ കാര്യം നോക്കുന്നത്? നിങ്ങൾ സ്പോർട്സിന് പങ്കെടുക്കാനല്ലേ വന്നിരിക്കുന്നത്? നിങ്ങൾ ആദ്യം പോയി സ്പോർട്സിൽ പങ്കെടുക്കുക, അതിനുശേഷം ജയിച്ചു വാ, എന്നിട്ട് നിങ്ങൾ എന്നോട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ നിങ്ങൾ എന്നോട് തർക്കിച്ചിട്ടൊന്നും വല്ല കാര്യമില്ല. എപ്പോഴും ആരുടെ കൂടെയാണ് വിജയമെന്ന് പറയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കുഞ്ഞു കൊച്ച് ആ ഒരു വലിയ വർത്തമാനം പറയാം. ഓ, അവൻ്റെ ഒരു തത്വങ്ങൾ നീ ഇങ്ങനെ സല്ലപിച്ചുകൊണ്ടിരുന്നാൽ മതി. കാലിലും വയ്യ, ഞൊണ്ടി നടക്കുന്നവൻ, കള്ളൻ, മഹാകള്ളൻ, പെരുങ്കള്ളൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുമോനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തിട്ട് ഈ പിള്ളേർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നന്ദുവിന് ആകെ സങ്കടം തോന്നി. നന്ദു ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ നിൽക്കുക. അങ്ങനെ നന്ദു ആ ഒരു സ്കൂൾ ബസ്സിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്ന ഗൗരിമോൾക്ക് ഈ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു അട്രാക്ഷൻ. അതേപോലെ തന്നെ നന്ദുവിനും ഗൗരിമോളെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു പുഞ്ചിയൊക്കെ വിടർത്തുകയാണ്. അപ്പോൾ ഇവർ രണ്ടും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ നന്ദു ഗൗരിമോളുടെ അടുത്തേക്ക് നടന്ന് നീങ്ങുന്ന ആ സമയത്ത് കുറേ കുരുത്തം കെട്ട പിള്ളേർ വന്ന് നന്ദുമോനെ തള്ളിയിടുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിക്ക് അത് സഹിച്ചില്ല. ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തടയുക. അങ്ങനെ ഗൗരിമോള് അങ്ങോട്ട് ഓടിച്ചത്, നിങ്ങൾ എന്താ കാണിച്ചത്? നിങ്ങൾ എന്തിനാ പാവത്തിനെ ഉന്തിയിട്ടത്? ഇവനെ ഞങ്ങൾ ഉന്തിയിടും. നടക്കാൻ പറ്റാത്തവൻ എന്തിനാണ് ഇങ്ങോട്ട് സ്പോർട്സിന് പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്? ഞങ്ങളുടെ ഇടയിൽ നടക്കാൻ പറ്റാത്തവൻ വേണ്ട, അതുകൊണ്ട് ഇവനെ ഞങ്ങൾ തള്ളിയിടും. ചിലപ്പോൾ അവനെ അടിച്ചെന്നിരിക്കും. ഓഹോ, നിങ്ങൾ അടിക്കോ അവനെ?
നിങ്ങൾ അവൻ്റെ ദേഹത്ത് കൈ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാരണടിച്ചാൻ പോയിക്കും എന്ന് ഗൗരി ഭയങ്കര വാശിയോടുകൂടി തന്നെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരും ആകെ സ്തംഭിച്ച് നിന്നു പോവുകയാണ്. നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു നിമിഷം പോലെ നിങ്ങളിവിടെ കണ്ടുപോരുത്, ഓടിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ നന്ദുവിനെ പതിയെ എണീപ്പിക്കുകയാണ് ഗൗരി. അതെ, എൻ്റെ പേര് ഗൗരി കേട്ടോ. എന്താ പേര്? എൻ്റെ പേര് നന്ദു എന്നാ. ആഹാ, അയ്യോ കാലിന് എന്ത് പറ്റിയതാ? അത് പിന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. എന്നിട്ട് ഇത് ചികിത്സിച്ചൊന്നും ഭേദമാക്കിയില്ലേ? എൻ്റെ അച്ഛൻ എന്നെ കുറേ ഡോക്ടർമാരെയൊക്കെ കാണിച്ചതാ, പക്ഷെ അതൊന്നും ഭേദമായില്ല. എൻ്റെ അമ്മ ഡോക്ടറാ. എൻ്റെ അമ്മ ഇതെല്ലാം ചികിത്സിച്ച് ഭേദമാക്കി തരും. ആണോ? ചികിത്സിച്ച് ഭേദമാക്കി തരും. എൻ്റെ അച്ഛനെ ഒരുപാട് പേരെ കാണിച്ചതാണേ, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എൻ്റെ അമ്മയെ കണ്ടാലോ? എൻ്റെ അമ്മ നന്ദുവിൻ്റെ കാലിന് അസുഖങ്ങളെല്ലാം മാറ്റി തരും, വാ എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് പോകുകയാണ് ഗൗരി. ഇതേ സമയം തന്നെ നന്ദ ക്യാമ്പിലിരുന്ന് ഓരോ കുട്ടികളുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ നോക്കുകയും ചെയ്യാണ്. അപ്പോൾ ഒരു കൊച്ചിന് 50 കിലോ. അപ്പോൾ 50 കിലോ ഉണ്ടെപ്പോഴേക്കും ഹോട്ടൽ ഫുഡാണല്ലേ ഇഷ്ടം? ആ അതെ, അതെങ്ങനെ അറിയാം? പിന്നെ കോളയും കുറേ കുടിക്കാറുണ്ടല്ലേ? അതെ. ഇനി കോള കുടിക്കരുത്, ഹോട്ടൽ ഫുഡ് കഴിക്കരുത്. അതെ, വീട്ടിലുണ്ടാക്കിയ ഫുഡ് ഏതാണോ അത് വേണം കഴിക്കാനായിട്ട്. ഇല്ല, എനിക്ക് ഹോട്ടൽ ഫുഡാണ് ഇഷ്ടം, ഞാൻ ഹോട്ടൽ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചു ഓടിപ്പോവുകയാണ്. നന്ദയ്ക്കാണെങ്കിൽ ചിരിയും വരുന്നു. അപ്പം ദേ വരുന്നു ഗൗരിയും അതേപോലെ തന്നെ നന്ദുവും കൂടി. നന്ദുവിന് പെട്ടെന്ന് നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു അടുപ്പം പോലെ തോന്നുക. അപ്പോൾ ഗൗരി പറയുകയാണത്, അത് കണ്ടോ ആ ഡോക്ടർ, അതാ എൻ്റെ അമ്മ. ആണോ? അപ്പോൾ ഗൗരിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ആ മോളെ ഗൗരി, വാ മോളെ. ആ അതേ അമ്മേ, ഇത് കണ്ടോ അമ്മേ, ഇതെൻ്റെ ഫ്രണ്ടാണ്. ആഹാ കൊള്ളാലോ അമ്മേ. ഇത് നന്ദുവിൻ്റെ കാലിന് സുഖമില്ല. നന്ദുവിൻ്റെ കാല് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. അതെ, മോൻ്റെ കാലിന് ഭേദമാക്കണോ? അതെ ആക്കണം. എന്നിട്ട് സ്പോർട്സിന് പങ്കെടുക്കണമെന്നാ? ആ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ആണോ? അതാണ് ആഗ്രഹം. എൻ്റെ ആഗ്രഹങ്ങൾ സാധ്യമാകുമോ ഡോക്ടറെ? പിന്നെ അല്ലാതെ. ഈ ഡോക്ടർ ആൻറ്റി ഒരു കാര്യം പറഞ്ഞു തരട്ടെ, അതേപോലെ ചെയ്യോ? ആ ഞാൻ ചെയ്യാം. ഇങ്ങനെ കൈ ഇങ്ങോട്ട് ചുരുട്ടി പിടിക്കുക. എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഈ കയ്യിലിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അത് നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഇപ്പം ആഗ്രഹങ്ങളെല്ലാം മനസ്സിനുള്ളിലായില്ലേ? ഇനി നന്ദുമോൻ മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കണം, ഞാനതിൽ ജയിക്കും, ഞാനതിൽ പങ്കെടുക്കണം, എനിക്ക് വലിയൊരു ചാമ്പ്യനാവണം എന്നൊക്കെ നന്ദുമോൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ സാധ്യമാവും. പിന്നെ നന്ദുമോൻ്റെ കയ്യിൽ മരുന്നുണ്ടോ കാലിൽ പറ്റുന്ന? ആ ഉണ്ടല്ലോ. അങ്ങനെ മരുന്ന് കാണിച്ചു കൊടുക്കുക. ഇനി ഈ മരുന്ന് ഉപയോഗിക്കണ്ട കേട്ടോ, ആൻറ്റി വേറൊരു മരുന്ന് തരാം. ഈ മരുന്ന് വേദനയുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാലിന് പുരട്ടണം. പറഞ്ഞ് മനസ്സിലായല്ലോ? ആഹാ മനസ്സിലായേ ആൻറ്റി. ഞാനിനി നാളെയും ആൻറ്റിയെ കാണാൻ വന്നോട്ടെ. പിന്നെന്താ, നന്ദുമോനെ എപ്പം എന്നെ കാണണമെന്ന് തോന്നുമോ അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് വന്നോട്ടോ. താങ്ക് യു ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കൊച്ചു പോയി കഴിഞ്ഞപ്പോഴേക്കും ഗൗരിമോള് ചോദിക്കുകയാണ്, നന്ദുവിൻ്റെ കാല് ശരിയാവോ? നന്ദുമോൻ്റെ കാല് ശരിയാവും. അത് നന്ദുമോനും കൂടി മനസ്സിൽ വിചാരിക്കണം, എന്നാൽ മാത്രമേ നന്ദുമോൻ്റെ കാല് ശരിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പവിത്രയാണ്. അപ്പോൾ പവിത്ര ആണെങ്കിൽ ഫോൺ നോക്കി എന്തോ കോമഡി കണ്ട് ഭയങ്കര ഒരു അട്ടഹസം ഇങ്ങനെ ചിരിക്കുക. അപ്പോൾ മോഹിനി വന്നിട്ട്, ഇതെന്താ നീ കാണുന്നത്? അത് ഇന്നലത്തെ കോമഡിയുടെ ബാക്കിയാണ്. കണ്ട് ചിരിച്ച് പണ്ടാരടങ്ങി. നീ ഇതും വെച്ചോണ്ടിരുന്നോ? അല്ല അമ്മ എന്തോ സീരിയസ് ആയിട്ടാണെന്ന് തോന്നല്ലോ. എന്താണ് വാർത്ത? ആ ഇന്ത്യ വരത്തിൽ എപ്പോഴും ന്യൂസ് അല്ലേ? ദേ പുതിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതെ, ആ പിങ്കിയുടെ ആ ഒരു വല്യമ്മയില്ലേ, അവരിങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പവിത്ര ആകെ ഞെട്ടിപ്പോവുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.